നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീനയ്ക്ക് പരാജയം. പരാഗ്വയാണ് അവരെ 2-1 പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തവണത്തെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 11 മത്സരങ്ങളിൽ കളിച്ചതിൽ അർജന്റീനയുടെ മൂന്നാമത്തെ പരാജയമാണിത്. 11 കളികൾ, 7 വിജയം, 1 സമനില, 3 തോൽവികൾ, 22 പോയിന്റോടെ കോൺമെബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇപ്പോഴും അർജന്റീന ഒന്നാം സ്ഥാനത്താണ്. പക്ഷേ ഇന്നത്തെ മത്സരം അർജന്റീനയ്ക്ക് അത്ര മികച്ചതായിരുന്നില്ല. 2-1 അവർ പരാജയപ്പെടുമ്പോൾ അവരുടെ ഗോൾ നേടിയത് ലൗറ്ററോ മാർട്ടിനസ് ആയിരുന്നു. പരാഗ്വയുടെ ഗോളുകൾ സനാബ്രിയയും ആൽവരറ്റോയുമാണ് നേടിയത്. മത്സരത്തിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 ലൗറ്ററോ മാർട്ടിനസ്, ഹൂലിയൻ ആൽവരസ്, ലിയോ മെസ്സി എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് സനാബ്രിയയും എൻസിസോയും ചേർന്നുകൊണ്ടാണ് പരാഗ്വയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 11ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിൻ്റെ കിടിലൻ ഒരു അസിസ്റ്റിന് അദ്ദേഹം നീട്ടിക്കൊടുത്ത പന്തിൽ നിന്ന് ലൗട്രോ മാർട്ടിനസ് വലയിലേക്ക് പന്തെത്തിച്ചതോടെ അർജന്റീന ഒരു ഗോളിൻ്റെ ലീഡെടുത്തു. പക്ഷേ അധികം വൈകാതെ തന്നെ മറുപടിയും വന്നു. 19ാമത്തെ മിനിറ്റിൽ സനാബ്രിയുടെ ഗോളിലൂടെ പരാഗ്വെ ഒപ്പം പിടിച്ചു. ഇടവേള സമയത്ത് മത്സരം 1-1 സമനിലയായിരുന്നു. അർജന്റീന വലിയ ആധിപത്യം പുലർത്തിയിരുന്നു എങ്കിൽ പോലും കൂടുതൽ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ല ആദ്യ പകുതിയിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില ഘട്ടങ്ങളിൽ ബിറ്റ് സ്ലോ ആയിപ്പോയോ എന്ന് പോലും തോന്നുന്നു. പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ പരാഗ്വെ ആൽഡ്രറ്റയിലൂടെ ഒരു ഗോൾ കൂടി നേടിക്കൊണ്ട് ലീഡെടുക്കുകയായിരുന്നു. പിന്നീട് ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ അർജന്റീന നടത്തി. അലിയാൻഡ്രോ ഗർനാച്ചോയെ പോലുള്ള താരങ്ങളെ കളിക്കളത്തിലേക്ക് വിട്ടു. പക്ഷേ അതൊന്നും ഫലം കാണാതെ വന്നതോടെ 2-1 അവർ പരാജയപ്പെട്ടു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.